സുൽത്താൻ അല്ലെങ്കിൽ നെയ്മർ ജൂനിയർ അദ്ദേഹം ഇനി എപ്പോൾ ഇറങ്ങുമെന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും. ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ സഹതാരമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രസീലിയൻ താരമായിട്ടുള്ള റോഡ്രിഗോയുടെ വാക്കുകൾ ഇപ്പോൾ ലോകം മുഴുവനും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരുപാട് പരിചയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം. റോഡ്രിഗോ ESPNോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വാക്കുകളൊന്നുമില്ല, എല്ലാവരും കാണുന്നത് തന്നെയാണ് അദ്ദേഹത്തെ എത്രത്തോളം ഞങ്ങൾ ഗ്രൗണ്ടിൽ മിസ് ചെയ്യുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ താരമാണ്, ഞങ്ങളുടെ ബെസ്റ്റ് പ്ലെയറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വേൾഡ് കപ്പ് പിടിക്കുന്നതിൽ അല്ലെങ്കിൽ അത് നേടുന്നതിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ നല്ലവണ്ണം സഹായിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അദ്ദേഹം റിക്കവറിയുടെ ഫൈനൽ സ്റ്റേജിലാണ്. അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് വിഷമമുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ബാഡായിട്ടുള്ള ടോക്കുകൾ കേൾക്കുന്ന സമയത്ത്. അദ്ദേഹം എൻ്റെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അയക്കാറുണ്ട്. അദ്ദേഹം ഞാൻ കണ്ടതിൽ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. എനിക്ക് വളരെ അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നാണ് റോഡ്രിഗോ പറഞ്ഞത്. അതുപോലെ തന്നെ റോഡ്രിഗോ അവസാനം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, നെയ്മർ ഇല്ലാതെ വേൾഡ് കപ്പ് വിജയിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നെയ്മറിനെ കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് റോഡ്രിഗോ പറയുന്നത്. സോ 2026 വേൾഡ് കപ്പ് അതുകൊണ്ട് നെയ്മർ തീർച്ചയായിട്ടും കളിച്ചിരിക്കും. ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നെയ്മർ ഇഞ്ചുറി പറ്റിപ്പോയ ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പ് വിത്തൗട്ട് നെയ്മറിൽ ബ്രസീൽ ഒരിക്കലും കളിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു റിക്കവറിക്ക് ശേഷം നെയ്മർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം 2026 വേൾഡ് കപ്പ് കളിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയും ഒരു വേൾഡ് കപ്പ് കളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നെയ്മറിലുണ്ട്. അദ്ദേഹത്തിൻ്റെ റിക്കവറി ഫാസ്റ്റായിട്ട് ഇനിയും കൂടുതലായിട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിക്കവറിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അൽ ഹിലാലിൻ്റെ അടുത്ത മത്സരത്തിൽ 1-2 മത്സരങ്ങൾക്ക് ശേഷം അൽ ഹിലാൽ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹം കളത്തിൽ ഇറങ്ങിയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻഡ് നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.